ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വമൻ ഇഖ്തദാ ബിഹദീഹിം ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പരിശുദ്ധ റമദാൻ വീണ്ടും നമ്മിലേക്ക് ആഗതമായി. ആ മഹത്തായ അതിഥിയെ ആദരവോടെ സ്വീകരിക്കുകയും വളരെ ഏറെ സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അതിനെ സൽക്കരിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിമുകളുടെ ബാധ്യതയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ പഞ്ചസ്തംഭങ്ങളായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട 5 കാര്യങ്ങളിൽ ഒന്ന് ഷഹാദത്ത് കലിമയും, രണ്ടാമത്തേത് 5 നേരത്തെ നിസ്കാരവും, മൂന്നാമത്തേത് സക്കാത്ത് കൊടുത്തു വിട്ടലും, നാലാമത്തേത് പരിശുദ്ധ റമദാനിലെ നോമ്പുമാണ്, 5-ാമത്തേത് ഹജ്ജ് കർമ്മമാണ്. നോമ്പും നിസ്കാരവും പ്രത്യേകിച്ചും ശാരീരികമായി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 2 ആരാധനാകർമ്മങ്ങളാണ്. നിസ്കാരം വളരെ അച്ചടക്കത്തോടെ ചെറിയ സമയം കൊണ്ട് നിർവഹിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ആരാധനയാണ്. നോമ്പ് രാവിലെ പ്രഭാതം മുതൽ വൈകുന്നേരം മഗ്‌രിബ് വരെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാവുന്നതോടുകൂടെ നമുക്ക് നടക്കുകയും പോവുകയും കച്ചവടം ചെയ്യുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതോടുകൂടെ നമ്മുടെ ശാരീരികമായ ഇച്ഛകളിൽ നിന്ന് മാറി നിന്ന് ഭക്ഷണവും വെള്ളവും അതുപോലെയുള്ള വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ശാരീരികമായ ഇച്ഛകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിന് ഒരു പകലിലെ സമയം മുഴുവനും സമർപ്പിക്കുന്നതാണ് നോമ്പ്. നോമ്പുകാരൻ അവൻ മറ്റ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ ആ മഹത്തായ ആരാധനയിൽ തന്നെയാണ്. നോമ്പിന് 2 ഘടകങ്ങളാണ്. ഒന്ന്, രാത്രിയിൽ തന്നെ നിയ്യത്ത് അഥവാ നാളെ ഫർളായ നോമ്പ്, ഫർളായ റമദാൻ നോമ്പ് ഞാൻ നിർവഹിക്കും എന്ന് കരുതുകയാണ്. ആ കരുത്ത് മഗ്‌രിബ് മുതൽ സുബ്ഹിക്കിടയിൽ എപ്പോഴെങ്കിലും നിർവഹിച്ചാൽ മതി. സുബ്ഹിയോടുകൂടെ അവൻ ഒഴിവാക്കേണ്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കി മഗ്‌രിബ് വരെ ക്ഷമയോടുകൂടെ അവൻ്റെ ജീവിതകാര്യങ്ങളിൽ അവന് ഏർപ്പെടാം. അതാണ് നോമ്പ്. ആ നോമ്പിൻ്റെ ഓരോ സെക്കൻഡുകളും പ്രതിഫലാർഹമാണ്. പരിശുദ്ധമായ റമദാൻ നോമ്പ് മനുഷ്യൻ്റെ ആത്മീയ സംസ്കരണത്തിന് വേണ്ടിയുള്ളതാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഭക്തിയുണ്ടാകാൻ. ഏതൊരു മനുഷ്യനും അവൻ്റെ ശരീരത്തിൻ്റെ ചാപല്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനുള്ള ഒരു പ്രാക്ടീസ് നേടാൻ കൂടിയുള്ള ഒരു സന്ദർഭമാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ. പകലിനേക്കാൾ മഹത്വമുള്ളതാണ് പരിശുദ്ധ റമദാനിൻ്റെ ഓരോ രാത്രികളും. റമദാനിൻ്റെ പ്രത്യേകതയായി ഖുർആൻ പ്രത്യേകം പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നാണ്. ഖുർആൻ ഇറക്കപ്പെട്ടത് രാത്രിയിലാണെന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂക്തത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ രാത്രിക്കാണ് കൂടുതൽ മഹത്വം. രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തും രാത്രിയെ വളരെയേറെ ആദരിക്കേണ്ടതും രാത്രിയിൽ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഒറ്റക്കും കൂട്ടായും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. റമദാനിൽ നോമ്പെടുക്കുകയും ഭക്ഷണപാനീയങ്ങൾ കൈയൊഴിക്കുകയും അതേസമയം അവനവൻ്റെ കൈകൊണ്ടോ നാവുകൊണ്ടോ തെറ്റ് ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാതെ ജീവിക്കുന്ന ചിലരുണ്ട്. അവർ ഹതഭാഗ്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് മല്ലം യദഇ സൂറ വൽ അമല ബിഹി, തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നതോ കൈയൊഴിക്കാത്തവൻ്റെ ഭക്ഷണം കൈയൊഴിക്കലുകൊണ്ട് യാതൊരു ആവശ്യവും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ
നോമ്പുകാരായ നമ്മൾ നാവിനെ വളരെയേറെ ശ്രദ്ധിക്കണം. കളവ്, അന്യരെ കുറ്റം പറയൽ, ഏഷണി, ഭീഷണി, അതുപോലെ തെറിവിളി, ചീത്ത വിളിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടുള്ള നോമ്പാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമാവുകയില്ല. പരിശുദ്ധ റമദാനിലെ നോമ്പ് ശാരീരികമായി ശേഷിയുള്ള എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. ശുദ്ധിയുള്ള സമയത്താണ് സ്ത്രീകൾക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുക. ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ അവർ നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അതവർ പിന്നീട് റമദാൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് അത് വീട്ടേണ്ടതാണ്. ഒരു വർഷത്തിനിടയിൽ അത് വീട്ടി തീർക്കണം. എന്നാൽ നേരത്തെ തന്നെ വീട്ടുന്നതാണ് കൂടുതൽ ഉത്തമം. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് നിർവഹിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അങ്ങനെ ഒരു വർഷത്തിനിടയിൽ അത് വീട്ടിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേ വർഷത്തേക്ക് മാറ്റിവെച്ചാൽ അവർ നോമ്പ് നിർവഹിക്കുന്നതിൻ്റെ പുറമെ ഒരു 800 മില്ലി അല്ലെങ്കിൽ ഒരു 800 ഓളം അരി കൊടുക്കേണ്ടി വരും. അതായത് സാധാരണ പെരുന്നാളിന് കൊടുക്കുന്ന അരിയുടെ ഒരു 1/4 ഒരു നോമ്പിന് കൊടുക്കേണ്ടി വരും. നോമ്പനുഷ്ഠിക്കാൻ കഴിവില്ലാത്ത പ്രായമുള്ളവർ, രോഗത്തിൽ തളർന്ന് വീണുപോയവർ, അത്തരം ആളുകളും അതേപോലെ ഓരോ നോമ്പിന് ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. നോമ്പ് എന്നത് ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ നോമ്പൊരു ദിവസം ഒരാൾ മുറിച്ചാൽ അദ്ദേഹം നോമ്പ് മുറിയുന്ന ഏത് കാര്യങ്ങൾ ചെയ്താലും അകാരണമായിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവൻ കുറ്റക്കാരനാകും. അതായത് രാവിലെ ഒരാൾ നോമ്പ് ഒഴിവാക്കി അദ്ദേഹം ചായ കുടിച്ചാൽ അദ്ദേഹം ആ ചായ കുടിച്ചത് മാത്രമല്ല, ഇനിയങ്ങോട്ട് നോമ്പ് തുറക്കുന്ന സമയം വരെ അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ അതൊക്കെ ഹറാമാവും. അതുകൊണ്ട് തന്നെ മനഃപൂർവമോ അല്ലെങ്കിൽ അകാരണമായോ ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ അദ്ദേഹത്തിന് പകൽ സമയത്ത് നോമ്പ് മുറിയുന്ന ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും തെറ്റായിരിക്കും. ഇതേപോലെ നോമ്പ് കാരണത്തോടുകൂടി അല്ലാതെ, ഉദാഹരണത്തിന് ഒരാൾ നോമ്പിൻ്റെ പകലിൽ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ നോമ്പ് അതുകൊണ്ട് മുറിയുകയില്ല, അദ്ദേഹത്തിൻ്റെ നോമ്പ് നിഷ്ഫലമാവുകയില്ല. പക്ഷേ ഏതായാലും മറന്നു ചെയ്തല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മനഃപൂർവ്വം ചെയ്താൽ നോമ്പ് മുറിയുകയും ചെയ്യും, അവൻ കുറ്റക്കാരനാവുകയും ചെയ്യും. മറതി ഒരു മനുഷ്യന് ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വിഷയമായതിനാൽ പടച്ചവൻ അതിൽ ഇളവ് ചെയ്യുകയാണ്. ഇതുപോലെ വേറെ ഒരാൾ നിർബന്ധിച്ച് പിടിച്ചു വെച്ച് വായിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് അങ്ങനെ വെള്ളം ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അപ്പോൾ ഈ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് എളുപ്പമാണ്. ഇസ്ലാമിൽ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പരിശുദ്ധ റമദാൻ ഷഹ്റുൽ മുവാസാത്ത്, സഹായത്തിൻ്റെ ഒരു മാസമാണ്. റമദാനിൽ കൂടുതലായി ധർമ്മം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. പള്ളിയിൽ പരമാവധി ഇത്തികാഫിരിക്കണം. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ റമദാനിനെ ധന്യമാക്കുകയാണ് വേണ്ടത്. റമദാൻ സക്കാത്ത് കൊടുക്കാനുള്ളൊരു മാസമാണ് എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ ശരിയല്ല. റമദാൻ എന്ന് പറയുന്നത് സഹായത്തിൻ്റെ മാസമാണ്. സക്കാത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. വർഷം തികയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കൃഷിയുടെ സക്കാത്താണെങ്കിൽ അത് കൊയ്ത് കഴിയുമ്പോൾ കൊയ്യുന്ന സമയത്ത് കൊടുക്കാനും നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ സക്കാത്ത് കൊടുക്കാനൊരു പ്രത്യേക മാസമായി റമദാനെ കാണുന്നത് അത് ജനങ്ങൾ അങ്ങനെ പല സ്ഥലത്തും പതിവാക്കി വരുന്നു എന്നല്ലാതെ റമദാൻ സക്കാത്തിന് വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ഒരു മാസമല്ല. മഹാന്മാരായ സഹാബികളുടെ കാലഘട്ടത്തിൽ ഒരു വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കുക എന്ന നിലക്ക് മുഹറം മാസം സക്കാത്തിന് വേണ്ടി ചിലപ്പോൾ സെലക്ട് ചെയ്തതായി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സക്കാത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമം പാലിക്കാതെ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. നോമ്പിന് നോമ്പിൻ്റേതായ നിയമങ്ങളുണ്ട്. അത് പാലിക്കാതെ നോമ്പെടുത്താൽ നോമ്പും വീടുകയില്ല. ഹജ്ജിൻ്റേതായ നിയമങ്ങളുണ്ട്. അങ്ങനെ ഓരോ കർമ്മങ്ങൾക്കും നിസ്കാരത്തിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് അത് ആരാധനയാകുന്നത്. അതൊരു ഭൗതികമായ പരിപാടിയായി മാത്രം കാണാൻ പാടില്ല എന്നും ഓരോന്നും അതിൻ്റെ നിയമപ്രകാരം ചെയ്യുകയാണ് വേണ്ടത് എന്നും ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലർ നോമ്പിൻ്റെ നിയ്യത്ത് അതിൽ
റമദാൻ നോമ്പ് എന്ന് കരുതാതെ വെറും ഞാൻ നോമ്പനുഷ്ഠിക്കുന്നുവെന്ന് മാത്രം കരുതാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ചെയ്താൽ നോമ്പിൻ്റെ നിയത്താവുകയില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫർളായ റമദാൻ നോമ്പ് എന്ന് തന്നെ കരുതണം. വെറും ഞാൻ നോമ്പെടുക്കുന്നു എന്ന് കരുതിയാൽ അതുകൊണ്ട് നോമ്പ് വീടുകയില്ല. ഇത്തരം കർമ്മപരമായ വിഷയങ്ങളും കൂടി മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ സമൂഹത്തിനും എല്ലാ സമുദായത്തിനും സർവ്വവിഭാഗം ജനങ്ങൾക്കും റമദാനിൽ സഹായങ്ങളും സഹകരണങ്ങളും നൽകുകയും നല്ല സ്വഭാവത്തോടുകൂടെ കുടുംബത്തിലും അയൽവാസികളിലും അതുപോലെ എല്ലാ സമുദായങ്ങളോടും വളരെ നല്ല നിലക്ക് വർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ആ ഒരു ആത്മീയ ശൈലി സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ് റമദാനിനെ മുസ്ലിങ്ങൾ കൊണ്ടാടേണ്ടത് എന്നും നമുക്ക് വെറും നാദായി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭമായി റമദാനെ കാണുന്നതിന് പകരം പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നതിലൂടെ നമുക്ക് അവരോട് താല്പര്യവും അവർക്ക് സഹായം നൽകണമെന്ന ജിജ്ഞാസയുമൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്ന വിധത്തിൽ നമ്മളുടെ അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെയോ വേഷം നൽകുന്നതിന് പകരം പരിശുദ്ധ റമദാനിൻ്റെ ഒരു ആത്മീയതയുടെ പരിവേഷത്തിലായി നമ്മൾ കൊണ്ടാടണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനും അവസാനം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുമുള്ള ഒരു വലിയ ഒരു അമലായി കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടുകൂടി നമ്മിൽ മരണപ്പെട്ടു പോയ ആളുകളെ നാം വിസ്മരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ഖുർആനോത്തും അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങളും അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ കുടുംബങ്ങളെയും കൂടി പരിശുദ്ധ റമദാനിൽ അവർക്കുകൂടി ഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും ഈ സമയത്ത് ഉണർത്തി പരിശുദ്ധ റമദാനിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ അഹ്ലെ റമദാൻ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലത് ചെയ്യാൻ എല്ലാ മീഡിയകൾക്കും ലോകസൃഷ്ടാവായ പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.